മനക്കത്തൊടിയിലെ ചെറിയ ചെറിയ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഇതാണ് നമ്മുടെ മനക്കത്തൊടി, മനക്കൽ വീട്. ഏകദേശം ഒരു 50-60 വർഷങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ 60ൻ്റെ മുകളിലായിട്ടുള്ള ഒരു വീട്. ഓടിട്ട പഴയ 4 കെട്ട് നോക്കി പറഞ്ഞ പോലത്തെ ഒരു വീട്, പക്ഷെ 4 കെട്ടല്ല. ഇതാണ് നമ്മുടെ സാമ്രാജ്യം. പലർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു മോഡലാണ് പഴയ കാല ഓടിട്ട വീടുകൾ. പക്ഷേ എല്ലാവരും പുതുതായിട്ട് വീടുണ്ടാക്കുമ്പോൾ 3 നില 4 നിലൻ്റെ ടെറസ് വീടേ ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമ്മളിപ്പോൾ കാണുന്നതൊക്കെ ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡുകളിലുള്ള ആൾക്കാരൊക്കെയാണ് പഴയ വീടുകളൊക്കെ എടുത്ത് വന്ന് പഴയ അതേ മോടി പിടിപ്പിച്ചിട്ട് ആ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണത്. ഇപ്പോൾ പുതിയ വീടുകളൊന്നും അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ആരും അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കാറില്ല. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മനക്കൽ വീട്? ഇതിൻ്റെ ബാക്ക് സൈഡ് ഭാഗങ്ങൾ വരുന്നത് പാടങ്ങളാണ്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു കുളം, ബാക്കിൽ ഒരു കുളം, അങ്ങനെ കുളങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഗ്രാമപ്രദേശമാണ്. നിലവിൽ ഈ കാണുന്ന പോലെ ഒന്നുമല്ല. ഈ മുമ്പിൽ ഫുള്ള് കടലാസ് പൂവുകളാണ്. കടലാസ് പൂവുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ മഴക്കാലമായതുകൊണ്ട് മൊത്തം പോയിട്ടുണ്ട്. കടലാസ് പൂവുകൾ ചുവപ്പ്, വൈറ്റ്, വയലറ്റ് കളറിലൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ വളരെ ഭംഗിയായി കാണാൻ. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ചെടികളുടെ ഒരു ഇത്, ഇവിടെ കുറച്ച് ഓർക്കിഡുകളുണ്ട്. പിന്നെ ഇലച്ചെടികളാണ് കൂടുതൽ. ഇലച്ചെടികളാണ് വീടിന് കൂടുതൽ ഭംഗി നൽകുക, പൂക്കൾ ഉള്ളതിനേക്കാളും കൂടുതൽ. മഴക്കാലത്തിൻ്റേതായിട്ടുള്ള പുല്ല് നിറഞ്ഞു കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മനക്കൽ സാമ്രാജ്യം. അവിടെ ഒരു പേരക്കത്തെ ഈ കിണറിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ട്. അല്ല, കിണറിൻ്റെ മുകളിലേക്കായിട്ട് അത് വെട്ടാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ്. എനിക്ക് തോന്നുന്നു 1.5 കൊല്ലം 2 കൊല്ലത്തിൻ്റെ മേലെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴാണ് ഇത് പൂവിടാൻ തുടങ്ങി, കായ്ക്കാൻ തുടങ്ങി. വെട്ടിക്കളയണമെന്ന് വിചാരിക്കുന്ന സമയത്താണ് കായ്ക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കൊടംപുളി. എനിക്ക് തോന്നുന്നു 2 കൊല്ലത്തിൻ്റെ അടുത്ത് തന്നെ ആയി, 2 അല്ലെങ്കിൽ അതിലും മേലെ കായി, അത്രയ്ക്കും വലുപ്പം വെച്ചിട്ടുണ്ട്. വെട്ടിക്കളയാമെന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പൂവിട്ടു, കായ്ച്ചു, ഇപ്പോൾ ദുരിതരായി കായ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഇതാണ് നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറം. ഇത് നമ്മുടെ പ്രാവുകൾ, കിങ്, ഗോൾഡൻ കിങ്, വേറെ 2 ആൾക്കാർ. എൻ്റെ കൂടെ ഒരു വൈറ്റ് കൂടെ ഉണ്ടായിരുന്നു, അത് ചത്തുപോയി. എന്തോ അടിയിൽ നിന്ന് കാലെന്തോ കടിച്ച് അങ്ങനെ ചത്തുപോയി. അപ്പോൾ ഇതാണ് നമ്മുടെ മനക്കൽ തറവാട്. എങ്ങനെയുണ്ട് വീട്? കാണുന്നവർ നിങ്ങളുടേതായിട്ടുള്ളൊരു അഭിപ്രായങ്ങളൊക്കെ ചുമ്മാ കമൻ്റായിട്ടിടുക. പ്രാവുകളുണ്ട്, ഒരു 10-20 പ്രാവുകളുടെ അടുത്തുണ്ട് നമ്മളുടെ അടുത്ത്. പക്ഷേ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ഡെയിലി കോതമ്പൊക്കെ ഇട്ട് കൊടുക്കലാണ്. ഞാൻ അതൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോയിട്ടുണ്ട്. വൈകുന്നേര സമയങ്ങളിലൊക്കെ വരും. നമ്മുടെ വീടിൻ്റെ കിണറിലേക്ക് ഇങ്ങനെ തൂങ്ങി നടക്കുന്ന, എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ചെറുതാവുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു പേരക്കത്തയ്യാണ്. ഇതിവിടെ ഇങ്ങനെ തൂങ്ങി കച്ചറൊക്കെയും കിണറിൻ്റെ മുകളിലേക്ക് വീണിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതങ്ങ് വെട്ടി നശിപ്പിക്കാൻ പോവുകയാണ്. വെച്ചുണ്ടാക്കില്ലെങ്കിലും വെട്ടി നശിപ്പിക്കാൻ ഞങ്ങൾ മുടുക്കന്മാരാ. അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്കാണ്. ആകെ കിണറിൻ്റെ മുകളിലൊക്കെയും ചമ്മലം നിറഞ്ഞ് ഇതായിട്ടുണ്ട്. പക്ഷേ കായ്ക്കുന്ന പേരക്ക തൈ തന്നെയാണ് ഇത്. നമ്മുടെ ഈ മാർക്കറ്റിലൊക്കെ ഉണ്ടാകുന്ന വലിയ പേരക്കൻ്റെ മരമാണ്. പക്ഷേ എന്തോ ഇവിടെ ഈ പുളിയറമ്പിൻ്റെ ശല്യമുണ്ട്, കണ്ടില്ലേ? നമ്മളിവിടെ ഈനാമ്പഴം എന്നൊക്കെ പറഞ്ഞ സാധനമാണ് ഇത്, ചക്കപ്പഴം. അതിലേക്കും പുളിയറമ്പ് നിറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ വല്ലാണ്ട് വലുതായി കണ്ടിട്ടില്ല. എനിക്ക് ഏകദേശം സാമ്പിളായിട്ടുള്ള ഒരിതാണ്. കിളികളൊക്കെ കൊത്തിയിട്ടുണ്ട്, പറയാൻ പറ്റില്ല, ചിലപ്പം കൊറോണ ഒക്കെ ഉണ്ടായിക്കൊള്ളണം. അപ്പോൾ ഞങ്ങൾ വെട്ടാണ്. നല്ല അടിപൊളി സൂപ്പർ മരമാണ്. ഈ മരത്തിൻ്റെ ഭംഗിയുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്യാം, ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ കലാപരിപാടി സഹൽ റബ്ബാനി തുടങ്ങുക. വെട്ടിക്കോ, ആഞ്ഞു വെട്ടിക്കോ. ആ ഒരു ജോയിൻറ്റ് കഴിഞ്ഞിട്ട് വെട്ടിക്കോ. അപ്പോൾ ആ ഒരു ബെൻഡ് ഇങ്ങനെ കാണും. മേത്ത് തടയില്ല, മണിയാണ് പൊക്കി കെട്ടാം. കുറച്ചും കൂടി അങ്ങോട്ടാക്കി വെട്ടിക്കോ. വെട്ടിക്കളയാൻ ഹോം എടുക്കാനാണ്.
ആ ഇത് വെട്ടുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പയ്യന് വൈക്കോലിട്ട് കൊടുക്കാനുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റടാ, ഞാൻ പോയിട്ട് വരാം. അപ്പം നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ആജി വെട്ടിക്കോ, വെട്ടി മരത്ത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വീടിനോളം പഴക്കമുള്ള ദൗത്താണിത്. അപ്പോൾ ഇവർക്ക് കുറച്ച് വൈക്കോലിട്ട് കൊടുക്കാം. കണ്ടോ, 2 പേരാണ്. പട്ടിണിയാണ്, പട്ടിണി, വീട് പട്ടിണി. പഴയ പോലെ ഒന്നല്ല, വൈക്കോല് മറ്റേ കന്നുകളായിട്ടൊന്നല്ല, ഫുള്ള് റോളായിട്ടുള്ള വൈക്കോലാണ്. ഇത് നിർത്തിയിട്ട് വേണം ഇവർക്ക് ഇട്ട് കൊടുക്കാൻ, കാത്തു നിൽക്കാൻ. തിന്നാൻ തരുന്ന എനിക്ക് വരെ അതിൻ്റെ ഇതില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ അടുത്തേക്ക് വരുന്നത്, അതിൻ്റെതാണ്. ഇതിന് കുഴപ്പമില്ല. അപ്പോൾ വൈക്കോലിട്ട് കൊടുക്കാം. പഴയ പോലെ കന്നുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സുഖമാണ്, ആ കെട്ടയച്ച് ഞാൻ ഇട്ട് കൊടുക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് കഴിച്ചോളൂ. വൈക്കോലിനൊന്നുമില്ല, വൈക്കോലൊക്കെ അവിടെ ഉണ്ട് അവർക്ക്. കഴിക്കും മക്കളെ, കഴിക്കും. അപ്പോൾ വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റയിൽ ഒരാളുടെ വീഡിയോ ഉണ്ടല്ലോ, നമ്മളെ പൂച്ചനെ വെച്ചിട്ടൊക്കെ എടുക്കുന്നത്. ഒരാൾ കറുപ്പായി, മറ്റേത് വെളുപ്പായി. അതേമാതിരി ഇവർക്കൊക്കെ 2 പേരിട്ട് കൊടുക്കണം, ചോപ്പായിന്നോ കിങ്ങിണിന്നൊക്കെ. എന്നിട്ട് ഇവരൊക്കെ കഥാപാത്രങ്ങളാക്കിയിട്ട് വേണം ഒന്ന് മാറ്റാൻ. അപ്പോൾ ചെറുതായിട്ട് വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേരൊക്കെ വെട്ടി നിരത്തുന്ന അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. കൊമ്പൊക്കെ വെട്ടി ശരിയാക്കിയാണ്. ഇവിടെ നല്ലോണം കായ്ക്കുന്ന പേരൊക്കെയാണ്, മറ്റേ നല്ലോണം കായ്ക്കുന്ന പേരൊക്കെയാണ് ഇവിടെ വെട്ടിയിട്ടുള്ളത്. തുരുതുരാ കായ്ച്ചിട്ടുണ്ട്, സൂപ്പർ പേരക്ക. അപ്പം എന്താണ് പുളിയെറുമ്പിൻ്റെ അറ്റാക്കാണ് മക്കളെ. പുളിയെറുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതൊന്നുമല്ല. പുളിയെറുമ്പിൻ്റെ 2 കൂടി ഞാൻ കാണിച്ചുതരാം. അയ്യോ, അല്ല, പുളിയെറുമ്പിൻ്റെ സാമ്രാജ്യം. ഈ പുളിയെറുമ്പുകളാണ് ഈ മരത്തിനെ ഇങ്ങനെ കേടുവരുത്തുന്നത്. മരത്തിൽ പുളിയെറുമ്പ് കൂട് കൂട്ടിയോ പിന്നെ അതിൽ നിന്നുണ്ടാവുന്ന കായ്ഫലങ്ങളൊക്കെ വളരെ മോശമായിക്കാരം. അപ്പോൾ നമ്മുടെ കുരുവിക്കൂട്, ഇതിനോട് ചേർന്നിട്ടുള്ള കുരുവിക്കൂടാണ്. കുരുവികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുട്ടികളൊക്കെ വിരിഞ്ഞ് പോയി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പേരക്കമരം വെട്ടി നിർത്തൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോസ് പിന്നെ കാണാം.